ഇന്നത്തെ പാലക്കാട്ടുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണ് എന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. അത് മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പാലക്കാട് എത്തുന്നുണ്ട്. അപ്പം ഈ നാളെ ഇനിയിപ്പോ കൊട്ടിക്കലാശമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ തിരക്കിലേക്കാകും. നാളെയല്ല മറ്റന്നാളല്ലേ. അപ്പൊ 2 ദിവസം മുഖ്യമന്ത്രി പാലക്കാട് തുടരും. LDF-ന്റെ പൊതുയോഗങ്ങളിലും പി സരിന്റെ പ്രചാരണത്തിനുമായി മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നു. ആ ഒരു വലിയ ആവേശം LDF ക്യാമ്പിലുണ്ടാവും സ്വാഭാവികമായിട്ടും. ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പൊ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമ്മോടൊപ്പം നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. വരൂ. മുണ്ടിലാണല്ലോ ഒരാൾ തന്നെ. മുണ്ടില് വൃശ്ചിക മാസമാണ്. ഞാൻ സാരിയിലായിരുന്നു. അതാണ് ഉദ്ദേശിച്ചത്. ഇന്നലെ വരാൻ പറ്റിയില്ല, മുണ്ടെടുത്ത് വരാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്നും ഉണ്ടാക്കി. വൃശ്ചിക മാസം, അതെ, വൃശ്ചികം ഒന്നായതുകൊണ്ട്. അപ്പൊ ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ ടോപ്പിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി പ്രചരണത്തിന് എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇപ്പം LDF ക്യാമ്പിന് ഒരു ഏറ്റവും വലിയ ആവേശം നൽകുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ സാന്നിധ്യം. 2 ദിവസം മുഖ്യമന്ത്രി ഇവിടെ ഉണ്ട്. 2 ദിവസമായിട്ട് 6 പൊതുയോഗങ്ങളിൽ, അതായത് ഒരുപക്ഷെ അവർക്ക് അല്പം സ്വാധീനം കുറവുള്ള മേഖലകൾ അല്ലെങ്കിൽ നല്ല സ്വാധീനമുള്ള ഇടങ്ങളിൽ അല്പം കൂടി വോട്ട് ഉയർത്തുക, അങ്ങനെയുള്ള ഒരു രീതിയിലാണ്. ഇപ്പൊ ഇന്നിപ്പോ രാവിലെ 11 മണിക്ക് മേപ്പറമ്പിലാണ് മുഖ്യമന്ത്രി വരുന്നത്. വൈകിട്ട് 5 മണിക്ക് മാത്തൂരിൽ അദ്ദേഹം എത്തുന്നു. ആടൊപ്പം തന്നെ വൈകിട്ട് 6 മണിക്ക് കൊടുന്തുരപ്പള്ളിയിൽ എത്തുന്നു. അങ്ങനെ 3 പരിപാടികളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് മുഖ്യമന്ത്രിയുടേതായിട്ട്. ഒരുപക്ഷെ അത് ഷെഡ്യൂൾ ചെയ്യപ്പെടാത്ത മറ്റു പരിപാടികളും ഉണ്ടാകും. നാളെ ആണെങ്കിൽ കണ്ണാടിയിലാണ്, ഇടത് പഞ്ചായത്തായിട്ടുള്ള കണ്ണാടിയിലാണ് മുഖ്യമന്ത്രി എത്തുന്നത്. വൈകിട്ട് 5 മണിക്ക് ഒലവക്കോട് അദ്ദേഹം സംസാരിക്കും. 6 മണിക്ക് സുൽത്താൻപേട്ടിൽ സംസാരിക്കും. അങ്ങനെ 6 പൊതുയോഗങ്ങളിൽ ഈ 2 ദിവസത്തിനിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. അതാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന്, പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം ചേലക്കരയും വയനാട് ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ അവലോകനമൊക്കെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോ പ്രതിപക്ഷ നേതാക്കളെല്ലാം ഒന്നടങ്കം ഇവിടെ കേന്ദ്രീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. VD സതീശൻ ഉണ്ടാകും, KPC പ്രസിഡന്റ് ഉണ്ടാകും, സംസ്ഥാന അധ്യക്ഷൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ദിവസങ്ങളോളായിട്ട് ഇവിടെ ഉണ്ട്, BJPയുടെ മുതിർന്ന നേതാക്കൾ ഉണ്ടാവും. അങ്ങനെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും ഇനിയിപ്പോ ഇവിടെ കേന്ദ്രീകരിക്കും. പാലക്കാടായിരിക്കും ഇനി 23 വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ. നിഖിൽ, ഇതിൽ വേറൊരു കാര്യം, പ്രതിപക്ഷം ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന ഒരുപാട് നാൾ LDF-നെയും അല്ലെങ്കിൽ CPM-ലെ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട് പാലക്കാട്, ഡോക്ടർ പി സരൻ. അതേ ആൾക്ക് വേണ്ടി മുഖ്യമന്ത്രി നേരിട്ടെത്തുന്നു എന്ന് കഴിഞ്ഞ ദിവസം കൂടി VD സതീശൻ ആ രീതിയിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി എത്തുമ്പോൾ അത് LDF-ൽ വലിയ ആവേശം ഉണ്ടാക്കുമെങ്കിലും പ്രതിപക്ഷം അത് രാഷ്ട്രീയമായ ആയുധമാക്കി തന്നെ രംഗത്തുണ്ടാവും. തീർച്ചയായിട്ടും രചന, അത് ഉറപ്പാണ്. അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന മാത്രമല്ല, അദ്ദേഹവും MB രാജേഷും പങ്കെടുത്ത ചാനൽ ചർച്ചയിൽ രണ്ടുപേരും കൂടെ നടത്തുന്ന വാഗ്വാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ അതിന് പൊളിറ്റിക്കലി അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു കൗതുകം കൂടെ ഉള്ളത്, ഒരു രാഷ്ട്രീയ കൗതുകം ഉള്ളത്, കഴിഞ്ഞ ദിവസം EP ജയരാജൻ ഇവിടെ വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് EP എന്ത് ഒരേ രീതിയിൽ സരിനെ ഇരുത്തിക്കൊണ്ട് പറയുന്ന, പക്ഷെ ആ പദ്ധതി പൊളിഞ്ഞു പോയി, മഴ പെയ്തു, അതുകൊണ്ട് EP രക്ഷപ്പെട്ടു, സരിനും രക്ഷപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ട്രോള് പറയും. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ രാഷ്ട്രീയ കൗതുകം ഉണർത്തുന്ന കാര്യമാണ് സരിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി എന്ത് പറയുന്നുള്ളത്. അപ്പൊ അത് ഇന്ന് നമുക്ക് കാണാം. എന്തായാലും 6 പരിപാടി ഉണ്ട് ഇന്നും നാളെയായിട്ട്. 6 പരിപാടി ഉള്ളതെന്നാണ് നിഖിൽ പ്രമേഷ് നമ്മളോട്. തീർച്ചയായിട്ടും ഒരുപാട് ഫോർട്ട് വാക്കേഴ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ്. മുണ്ടെടുത്ത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് നടക്കാൻ പോവാണ്. ശരി, അപ്പോ അതാണ് CM പാലക്കാട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത പാലക്കാട്ട് നിന്നും.